കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് നിയമജ്ഞരിൽ ഒരുവൻ മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനകളൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരോ, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ അയൽക്കാരനെയും സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമ്മൾ കേട്ടത് ഹോസിയ പ്രവാചകൻ 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളാണ്. അതിനൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. തലക്കെട്ട് ഇങ്ങനെയാണ്: അനുതാപവും നവജീവനും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വായനയിൽ ശക്തമായി ദൈവം നമ്മുടെ മുമ്പിലേക്ക് വച്ചിരിക്കുന്നത്. അനുതാപം, നിനക്ക് തെറ്റുപറ്റിയോ, നീ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് അനുതാപത്തോടെ നിൻ്റെ തെറ്റ് ഏറ്റുപറയുക. അതിന് നീ തയ്യാറായാൽ നിൻ്റെ ജീവിതം ദൈവം പുനരുദ്ധരിക്കും, നിൻ്റെ ജീവിതം നവീകരിക്കും, നിനക്ക് ഒരു പുതിയ ജീവിതം അവിടെ ആരംഭിക്കാൻ സാധിക്കും. നമുക്കിത് വേണമെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ പറയാം. ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യം, നിനക്ക് തെറ്റുപറ്റിയോ, നല്ലൊരു കുമ്പസാരം നടത്തുക. എന്നിട്ട് നിൻ്റെ ജീവിതം പുനരാരംഭിക്കുക. ഒരു വയോധികനായ വൈദികൻ, അദ്ദേഹം ഇങ്ങനെ കാറിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് കാറിൽ ഒരു CD ഇട്ട്. ഞാൻ അതിനകത്തെ കുമ്പസാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ആ വൈദികൻ തിരികെ ഭവനത്തിലെത്തിയപ്പോഴേ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അങ്ങനെ വലിയ മേജർ പാപങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ആ കൂദാശയിലൂടെ വിശുദ്ധീകരണം വേണം, എനിക്ക് അതിൻ്റെ കൃപ വേണം എന്ന് പറഞ്ഞ് നല്ല കുമ്പസാരം നടത്തിയത്. പ്രിയപ്പെട്ടവരും, നമ്മളൊക്കെ കുമ്പസാരം നടത്തുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ കുമ്പസാരത്തെക്കുറിച്ച് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിനക്ക് നിൻ്റെ ജീവിതം പുനരാരംഭിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, നല്ല കുമ്പസാരം നടത്തുക. യു ക്യാൻ സ്റ്റാർട്ട് യുവർ ലൈഫ് ഓൾ ഓവർ അഗെയിൻ. കഴിഞ്ഞതെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതം നിനക്ക് ആരംഭിക്കാൻ പറ്റും. അതിന് 10 പൈസ പോലും മുടക്കേണ്ട കാര്യമില്ല. അനുദപിച്ച് നല്ലൊരു കുമ്പസാരത്തിലേക്ക് പോയാൽ മതി, നിനക്ക് നിൻ്റെ ജീവിതം പുനരാരംഭിക്കാൻ പറ്റും. മറ്റൊരു കാര്യം വിശുദ്ധ ഫൗസ്റ്റീന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് അത്ഭുതമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, കുമ്പസാരത്തിന് മുമ്പ് കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി യാചിച്ച് ഒരുങ്ങും, അതിനുശേഷം കുമ്പസാരിക്കാൻ പോകും. ഇതില്ലാത്തത് കൊണ്ടാണ് കുമ്പസാരം നമുക്ക് വലിയ അനുഭവമൊന്നും ആകാത്തത്. കുമ്പസാരം അനുഭവമാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം, അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. എന്നിട്ട് ഫൗസ്റ്റീന പറയുകയാണ്, കുമ്പസാരം കഴിഞ്ഞാൽ അടുത്തത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയും. എന്തിൻ്റെ പേരില്ല? ഈ കുമ്പസാരത്തിൽ നടന്ന അത്ഭുതത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയും. പറയുണ്ട്, കുമ്പസാരത്തിൽ സംഭവിക്കുന്ന കാര്യം
കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അത് അത്ഭുതകരമായൊരു കാര്യമാണ്. നമ്മൾ ലൂക്ക 5-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ ഒരു തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗമുണ്ട്. കാണാൻ പറ്റുന്നൊരു കാര്യവും കാണാൻ പറ്റാത്തൊരു കാര്യവും അവിടെ ചെയ്തു. കാണാൻ പറ്റാത്ത കാര്യത്തിനാണ് കർത്താവ് മുൻതൂക്കം കൊടുത്ത് ആദ്യം അത് ചെയ്തു. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാണാനൊന്നും പറ്റത്തില്ല, പക്ഷെ അതിനാണ് പ്രാധാന്യം കൽപ്പിച്ചത്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഓക്കെ, മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന്. അതുകൊണ്ട് അതല്ലേ പ്രധാനപ്പെട്ടത്. അതുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവനോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിൽ നടക്കുന്ന അത്ഭുതമാണെന്ന് വിശ്വസിച്ചാൽ ഈ കുമ്പസാരം നമുക്ക് വലിയ അനുഗ്രഹപ്രദമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ കുമ്പസാരത്തിലൂടെ നമ്മുടെ ജീവിതം പുനരാരംഭിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ഇന്നത്തെ ആദ്യ വായനയിൽ പറഞ്ഞൊരു കാര്യം, നിന്റെ അവിശ്വസ്തത, നിന്റെ പാപങ്ങൾ നിന്നെ മുറിപ്പെടുത്തി. ഞാൻ ആ അവിശ്വസ്തതയുടെ മുറിവ് സുഖപ്പെടുത്താം. ജെറമിയ 30-ാം അധ്യായം വായിച്ചാലും 17-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ എൻ്റെ പക്കലേക്ക് തിരിയുക, നിന്റെ മനസ്സിൻ്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്താം. ഒരുപക്ഷെ മുറിപ്പെടുത്തിയത് വേറെ ആരെങ്കിലും ആയിരിക്കാം, നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ആരും ആകട്ടെ. പക്ഷെ കർത്താവ് പറയാണ്, നിന്റെ വീട്ടുകാരും നിന്റെ നാട്ടുകാരും അല്ല നിന്നെ സുഖപ്പെടുത്തേണ്ടത്, നീ എൻ്റെ പക്കലേക്ക് തിരിയുക, ഞാൻ നിന്നെ സുഖപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മുറിവേറ്റെങ്കിൽ മുറിവേൽപ്പിച്ചവരെ മനസ്സിൽ ദേഷ്യത്തോടെ കൊണ്ട് നടന്ന് അവർക്കെതിരെ ചിന്തിക്കുന്നത്, അവർക്കെതിരെ സംസാരിക്കുന്നത് ഒരിക്കലും നമുക്കൊരു ഒരനുഗ്രഹവും തരത്തില്ല. അതിനു പകരം ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് ദൈവനാമത്തിൽ അവരോട് ക്ഷമിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിൻ്റെ മുറിവുണക്കും. പറയുണ്ട്, അനുതപിക്കുന്ന പാപികളുടെ അവിശ്വസ്തതയുടെ മുറിവ് കർത്താവ് ഉണക്കും, കർത്താവ് സുഖപ്പെടുത്തും. അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അവർ തിരിയേണ്ടത് ദൈവത്തിങ്കലേക്കാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ അറിയുന്നത്, ദൈവകൽപ്പനകൾ അറിയുന്നത് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവരും. ഇന്ന് ദൈവത്തിൽ നിന്നും ഒരുപാട് ദൂരെ ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. വചനം അറിയാവോ? ബൈബിൾ വായിക്കുമോ? അതൊന്നുമില്ല. കൽപ്പനകൾ അറിയാമോ? അതും അറിയത്തില്ല. 10 കൽപ്പനകൾ ഏതാണെന്ന് പോലും അറിയില്ലാത്ത ക്രിസ്ത്യാനികൾ അജ്ഞതയിൽ ചിലപ്പോൾ മരിച്ചെന്നും വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യാനികളെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ അറിവ് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കും, അടുത്ത് നിർത്താൻ നമ്മെ സഹായിക്കും. പക്ഷെ അടുത്ത് നിൽക്കുന്നത് പോരാ. ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമായിട്ടുള്ളത് ആ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ, ദൈവവചനം ജീവിക്കുമ്പോൾ അവർ ദൈവരാജ്യത്തിൽ, ദൈവരാജ്യ അനുഭവത്തിലെത്തും. നമ്മൾ കണ്ടു ഒരു ചെറുപ്പക്കാരൻ, സ്മാർട്ടായിട്ട് വർത്തമാനം പറയുന്നൊരു മനുഷ്യൻ. ഇനി അവന് കർത്താവ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവൻ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, നീ ഒരു പ്രസ്ഥാനം തന്നെയാണ് എന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞു. പക്ഷെ അവനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല, ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ വചനം അറിയുന്നത് കൊണ്ടോ കൽപ്പനകൾ അറിയുന്നത് കൊണ്ടോ ദൈവരാജ്യത്തിലെത്തണമെന്നില്ല. ദൈവരാജ്യ അനുഭവത്തിൽ എത്തണമെങ്കിൽ ആ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കണം. നമ്മൾ കാണുന്നുണ്ട് മത്തായി 21-28 മുതൽ വായിക്കുമ്പോൾ 2 പുത്രന്മാരുടെ ഉപമ. ഒരാൾ വളരെ സ്മാർട്ടായിട്ട് വർത്തമാനം പറഞ്ഞു, വളരെ സ്മാർട്ടായിട്ട് നല്ല പതപ്പിച്ച് അപ്പനോട് വർത്തമാനം പറയുന്ന ഒരു മകനെ കാണാൻ പറ്റും. മറ്റവൻ ഇച്ചിരി റഫ് ആൻഡ് ടഫ് ആയിരുന്നു തുടക്കത്തിൽ, ഞാനങ്ങ് ചെയ്യലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കാണുകയാണ്, അവൻ അനുദപിച്ചിട്ട് അവൻ പോയി അപ്പൻ പറഞ്ഞ കാര്യം ചെയ്തു. അവനാണ് അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റിയത് എന്ന് ദൈവവചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവരാജ്യ അനുഭവത്തിൽ എത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ കേട്ട വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. അത് അനുദിനം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വെറുതെ കുറേ വചനം കേട്ടുപോകുന്നവരുടെ ഗണത്തിൽപ്പെട്ടാൽ ആത്മവഞ്ചകരാകുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ യാക്കോബ് ശ്ലീഹായിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം വായിച്ചാൽ, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്, അവ
ജീവിക്കുന്ന ദൈവമക്കളായി മാറണം. പറയുണ്ട്, ദൈവവചനം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവമക്കളുടെ പദവി നമുക്ക് ലഭിക്കുക. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബൈബിള് വായിച്ചെന്ന് വിചാരിച്ച് ദൈവമക്കളാകില്ല. പല ധ്യാനങ്ങൾ കൂടി വചനം കേട്ടെന്ന് വിചാരിച്ച് ദൈവമക്കളാകില്ല. ആ കേട്ടത് നമ്മൾ ജീവിക്കണം. 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുത്ത് വന്നു. കർത്താവ് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അവർ അത് ചെയ്യാൻ മനസ്സുറപ്പിച്ച് പോയപ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സൗഖ്യം കടന്നു വന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടവരല്ല, ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്നവരാണ് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 8:31 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാകും. എൻ്റെ വചനം കേട്ട് ആ വചനം ജീവിക്കാൻ തുടങ്ങുമ്പോൾ സത്യമറിഞ്ഞ് ആ സത്യത്തിലൂടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് വചനം കേട്ട് പോയാൽ പോരാ, വചനം പറഞ്ഞു നടന്നാൽ പോരാ, ആ വചനം ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞാൽ പോരാ, അത് നിറവേറ്റി ജീവിക്കണം. അങ്ങനെയുള്ളവരാണ് വളർച്ച പ്രാപിച്ചവർ, ശിഷ്യത്വം ഏറ്റെടുത്തവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ എന്ന് പറയാൻ സാധിക്കുക. ഇക്കാര്യങ്ങളെല്ലാം നമ്മെക്കുറിച്ച് ദൈവം തന്നെ പറയുവാനായിട്ട് ഇടവരുന്നതിന് നമ്മൾ പ്രത്യേകം ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ആ ഒരു അഭിഷേകം കിട്ടാൻ ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.